ദൈവനാമത്തിന് മഹത്വം. Praises be to God. നമ്മൾ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൽ നിന്ന് ചിന്തിക്കുകയായിരുന്നല്ലോ. We were hearing from Matthew chapter 24. അതിൻ്റെ 12-13 വാക്യങ്ങൾ ഒരളവിൽ നമുക്കൊരു പേടി നൽകുന്ന വാക്യങ്ങളാണ്. These are verses 12 and 13 gives us some sort of a fear. അതായത് അന്ത്യകാലം വരുമ്പോൾ സ്നേഹത്തിൽ അവസാനത്തോളം നിലനിൽക്കണം എന്നാണ് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. The Lord has demanded and required us that we have to endure till the end in love. എന്നാൽ നമ്മൾ നമ്മുടെ കാലഘട്ടത്തെ നോക്കുമ്പോൾ, നമ്മുടെ ചുറ്റുപാടുമുണ്ടായിരുന്ന പലരെ നോക്കുമ്പോൾ പലരും വീണുപോയി, പലർക്കും ഓട്ടം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതാണ് നമുക്കൊരു പേടി നൽകുന്നത്. When we look around, we find that there are a lot of people who could not endure till the end in love. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിൽ നിലനിൽക്കുക, അതാണ് ക്രിസ്തീയതയുടെ ആകത്തുക എന്ന് വേണമെങ്കിൽ വളരെ വേഗത്തിൽ പറയാം. We can say the total aspect of Christianity is in one word, is to remain in love. ഈ സ്നേഹത്തിന് രണ്ട് ദിശകളുണ്ട്. ഒന്ന് കർത്താവിനോട്, മറ്റേത് നമ്മുടെ സഹോദര വൃന്ദത്തോട്. One is towards, this love has got two directions. One is towards the Lord and the other one is towards one another. നമ്മുടെ ഏറ്റവും പുതിയ പുസ്തകം, അത് മലയാളത്തിലെ ക്ലബ്ബ് കൂടിവരവ് സഭ എന്ന് ഈയിടെ വിവർത്തനം ചെയ്ത് പ്രസിദ്ധപ്പെടുത്തുകയുണ്ടായി. We recently translated into Malayalam the Santosh Punnan's that book, Congregation and Church. അവിടെ ഈ രണ്ട് തലത്തിലുള്ള രണ്ട് ദിശകളിലേക്ക് തിരിഞ്ഞിരിക്കുന്ന സ്നേഹത്തെക്കുറിച്ചും വളരെ വിശദമായിട്ടും വളരെ ഭംഗിയായിട്ടും വിവരിക്കുന്നുണ്ട്. In that book we find that this type of love which is towards the Lord and towards one another. ക്രൂശിന് രണ്ട് തടികളാണുള്ളത്. ഒന്ന് മുകളിൽ നിന്ന് താഴേക്ക്, അല്ലെങ്കിൽ താഴെ നിന്ന് മുകളിലേക്ക് ലംബമായ തടി, മറ്റേത് തിരശ്ചീനമായ തടി. We find that in the cross we have got the perpendicular and the transverse, the horizontal one. ഈ ലംബമായ തടി കാണിക്കുന്നത് നമ്മളും കർത്താവും തമ്മിലുള്ള ബന്ധത്തെയാണ്. This perpendicular one shows our relationship with the Lord. അതിൻ്റെ തിരശ്ചീനമായ തടി നമ്മളും സഹോദരന്മാരും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കും. And the horizontal one shows our relationship with one another. പക്ഷേ ആ പുസ്തകം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് വിവർത്തനം ചെയ്യുമ്പോൾ, ഞാൻ അതേവരെ ശ്രദ്ധിക്കാത്ത ഒരു കാര്യം ശ്രദ്ധിച്ചു. But something which I noticed when I was translating it, something particular. ക്രൂശ് പണിയുമ്പോൾ ആ മേലുകീഴുള്ള തടിയേലാണ് ഈ തിരശ്ചീനമായ തടി വെച്ച് അടിക്കുന്നത്. It was interesting to find that the horizontal plank is fixed on to the perpendicular plank. ഞാൻ അങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. രണ്ട് തടിയുണ്ട്, രണ്ട് തടിയും വെച്ചു എന്നല്ലാതെ ഈ മേലുകീഴുള്ള തടിയേലാണ് തിരശ്ചീനമായ തടി ഫിക്സ് ചെയ്യുന്നത്. ഒന്നാമത് വരേണ്ടത് ഈ ലംബമായ തടിയാണ് എന്നതിലൂന്നി പറയുന്നു. I always thought that these were, two planks this way and that way, but only when I was translating I came to the realization that it is the horizontal plank is being fitted on to this perpendicular plank. നമ്മുടെ ചുറ്റുപാടുമുള്ള സാമൂഹ്യ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ തിരശ്ചീനമായ ആ തടി മാത്രമേ ഉള്ളൂ, കർത്താവുമായിട്ട് ബന്ധമില്ല. When we look around people who serve the people, those who do social work, you find that they concentrate only on the horizontal plank. എന്നാൽ ഇതാ നോക്കുക, അതിൻ്റെ 2 അധ്യായം പുറകിലേക്ക് വരുമ്പോൾ മത്തായി എഴുതിയ സുവിശേഷം 22:37 യേശു പറയുന്നു, ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുന്നു, ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. When we read in Matthew chapter 22 verse 37, we find that you shall love the Lord your God with all your heart and with all your soul and with all your mind. This is the great and the foremost commandment. കണ്ടോ? അപ്പോൾ ആ ഒരു ബന്ധത്തിൽ വീഴ്ച വന്നു പോയിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും തീർന്നു പോയി. And if you are failing in that, then everything else is a loss. ദൈവവുമായിട്ടുള്ള, കർത്താവുമായിട്ടുള്ള നമ്മുടെ ഒരു വ്യക്തിപരമായ വളരെ നമ്മൾ പറയുകയല്ലേ, നമ്മൾ വളരെ നിർമ്മലവും സുതാര്യവുമായ ഒരു ബന്ധം, അത് നഷ്ടപ്പെട്ടു പോയാൽ എല്ലാം തീർന്നു പോയി. If you lose that transparent and innocent relationship with the Lord, then you find that everything else is a loss.
ആ ബന്ധം അതെങ്ങനെ നിലനിർത്താൻ കഴിയും? How can we continue in that perpendicular relationship with the Lord? നമ്മളാണോ ഇത് നിലനിർത്തുന്നത്? Is it our responsibility to continue in that perpendicular relationship? യൂദായുടെ ലേഖനത്തിൽ വളരെ മനോഹരമായ ഒരു വാക്യം നമുക്ക് വളരെ ധൈര്യം നൽകുന്നതാണ്. We find in Jude, there's a 24-ാമത്തെ verse വാക്യം. in verse 24 in Jude. വീഴാതവണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവൻ. It says there, now to him who is able to keep you from stumbling and make you stand in the presence of his glory blameless with great joy. അപ്പോൾ കർത്താവിനോടുള്ള നമ്മുടെ വ്യക്തിപരമായ ഈ ബന്ധവും വീഴാതെ നിലനിർത്തുന്നത് അവിടുന്ന് തന്നെ. From this verse, it is clear that he is the one who keeps us from stumbling. Him, it is he is the one who keeps us from stumbling in our relationship with the Lord. എന്നാൽ നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ, നമുക്ക് രണ്ട് കൈകളുണ്ട്, വളരെ ബാലൻസ്ഡ് ആണ് സത്യം എന്ന് പറയാറുണ്ടല്ലോ. We used to say that we have got two hands and therefore the truth is always balanced. ഇവിടെ ഇതാ അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ മറുവശം നമ്മൾ കാണുന്നുണ്ട്. It says in verse 21 of Jude, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുക. keep yourselves in the love of God, waiting anxiously for the mercy of our Lord Jesus Christ to eternal life. 24-ലും 21-ലും സൂക്ഷിക്കുക എന്ന വാക്ക് തന്നെ വരുന്നത്. In both these verses, verse 21 and 24, it says that keep, that word keep. അവിടെ Yes. 24-ൽ സൂക്ഷിക്കുന്നത് കർത്താവാണ്, 21-ൽ നമ്മൾ തന്നെ സൂക്ഷിക്കണം. It says in verse 24 that he is the one who keeps us. In verse 21 it says we are the one who keeps. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ബാലൻസ് നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. We should never forget this balance. നമ്മൾ ഇത്രയും വർഷങ്ങൾ നിന്നു എന്ന് പറയുമ്പോൾ തന്നെ അയ്യോ കർത്താവാണ് നിർത്തിയത്. When we say that all these years I have endured in love, we have to remember immediately that it is the Lord who has kept me. കർത്താവ് നമ്മളെ നിർത്തും എന്ന് പറയുമ്പോൾ തന്നെ ആ ദൈവസ്നേഹത്തിൽ നമ്മളെ തന്നെ സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വവും മറുവശത്ത് നമുക്ക്. When we say in faith that the Lord is able to keep me from falling, we also have to understand, provided I keep myself. ദൈവം നമ്മളെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ സ്നേഹത്തിൽ ഒരു കുറവ് വരരുത് എന്ന് കർത്താവ് പറയേണ്ടി വന്നത്? Why did he say that we should not lose our love? അതിൻ്റെ നമ്മൾ വായിച്ച ആ 24-ാമത്തെ അധ്യായത്തിൻ്റെ തൊട്ടടുത്ത അധ്യായത്തിൽ കർത്താവ് തന്നെ ഒരു ഉപമ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. In the next chapter 25 of Matthew, there is a parable the Lord gives. 25-ന്റെ പ്രാരംഭവാക്യങ്ങൾ ബുദ്ധിയുള്ളവരും ബുദ്ധിയില്ലാത്ത കന്യകമാരും വിളക്കെടുത്തു, ബുദ്ധിയില്ലാത്തവരുടെ വിളക്കണഞ്ഞു പോയി. നമുക്കറിയാം. Talks about the 10 virgins, 5 the foolish ones and the 5 the wise ones. മലയാളത്തിൽ ഒരു രസമുണ്ട് ഇത് തമ്മിൽ. In Malayalam there is a interesting thing there. സ്നേഹം നഷ്ടപ്പെടരുതെന്നാണല്ലോ നേരത്തെ പറയുന്നത്. മലയാളത്തിൽ സ്നേഹത്തിന് എണ്ണ എന്നൊരർത്ഥമുണ്ട്. എണ്ണ. It says in chapter 24 about you have to endure in love. But then in chapter 25 you talk about the oil, and in Malayalam oil and love are related, or oil has got a meaning that it is love. സ്നേഹത്തിന് എണ്ണ എന്നൊരു പര്യായപദമുണ്ട്. Oh, for love there is a synonym of oil. അപ്പോൾ അവരുടെ വിളക്കിൽ എണ്ണയില്ലാത്തത് കൊണ്ട് കെട്ടുപോയി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും സ്നേഹമില്ലാത്തത് കൊണ്ട് കെട്ടുപോയി. So you find that they did not have oil and their lamps were getting out. It is because they didn't have love. പ്രിയപ്പെട്ടവരെ, കർത്താവിനോടുള്ള ലളിതമായ നിർമ്മലമായ സ്നേഹമാണ് വളരെ പ്രധാനപ്പെട്ടത്. So it is very important that we should have our simple devotion to the Lord. അപ്പം തന്നെ നമ്മുടെ സ്നേഹത്തിലാണോ ഈ കാര്യങ്ങളുടെ തുടക്കം? So then we can ask this question, is this all my relationship with the Lord? Do I start with that? അല്ല. 1 യോഹന്നാൻ 4-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ ആ കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. But it is not so. We know that in 1 John chapter 4 verse 19 it says it is the Lord who loved us first. ദൈവമാണ് നമ്മെ ഒന്നാമത് സ്നേഹിച്ചത്. It is the Lord who loved us first. അപ്പോൾ നമ്മളെ വീഴാതെ ഈ സ്നേഹത്തിൽ നിലനിർത്തുന്നതിൻ്റെ തുടക്കം, അതിൻ്റെ സോഴ്സ് ദൈവത്തിൻ്റെ സ്നേഹമാണ്.
So we can assume, we can understand that if the Lord has to keep me from falling, it is the Lord who has, or if I have to keep myself in love, it is the Lord who has to start that. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് ഈ സ്നേഹത്തിൽ നമ്മളെ അങ്ങ് നിലനിർത്തിക്കൂടെ? എന്തിനാണ് ഇങ്ങനെ വിളക്ക് കെട്ടുപോകുമോ, നിങ്ങൾ അന്ത്യത്തോളം സ്നേഹത്തിൽ നിൽക്കുമോ എന്നൊക്കെയുള്ള പേടിപ്പിക്കുന്ന വാക്യങ്ങൾ നമുക്ക് തന്നേക്കുന്നത്? Then we can ask this question: if the Lord is able to keep me from love, then what is the meaning of all these warnings which says you have to make sure that you have got enough oil and keep burning and all that? നേരത്തെ നമ്മുടെ പ്രിയ സഹോദരൻ വിക്ടർ ബ്രദർ വായിച്ച വാക്യത്തിലേക്ക് നമുക്ക് വരാം. മലാഖിയുടെ പുസ്തകം 1-ാം അധ്യായം. We can turn to what Brother Victor shared in the book of Malachi, chapter 1. അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നു, 2-ലാണ് ചിലടത്ത്, 2-ന്റെ തുടക്കത്തിൽ പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ദൈവം അരുളി ചെയ്യുന്നു. It says in verse 2 that the Lord says, I have loved you, says the Lord. എന്നാൽ അതിൻ്റെ 10-ാമത്തെ വാക്യം കണ്ടോ? 1-ന്റെ 10-ാമത്തെ വാക്യം, അവിടെ ദൈവം കർത്താവ് പറയുന്നു, എനിക്ക് നിങ്ങളിൽ പ്രസാദമില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. But it says in verse 10, oh, that there were one among you who would shut the gates, that you may not uselessly kindle fire on my altar. I am not pleased with you, says the Lord. 2 കാര്യങ്ങളാണ്. ഒന്ന്, ദൈവം അതിൻ്റെ 1-ന്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പക്ഷേ എനിക്ക് നിങ്ങളിൽ പ്രസാദമില്ല. It says in verse 2, he says, the Lord says, I love you. But it says in verse 2, I am not pleased with you. നമ്മൾ ഇത് തമ്മിൽ എങ്ങനെയാണ് പൊരുത്തപ്പെടുന്നത്? ദൈവത്തിന് സ്നേഹമുണ്ട്, പക്ഷേ ദൈവത്തിന് പ്രസാദമില്ല. നമ്മൾ പലപ്പോഴും നമ്മുടേതായ ഒരു രീതിയിൽ സ്നേഹവും പ്രസാദവും ഒന്നാണ് എന്നങ്ങ് കരുതാറുണ്ട്. This seems to be contradictory. The Lord says, I love you. At the same time, the Lord says, I am not happy with you. 2 പ്രയോഗങ്ങളാണല്ലോ, ലവ്, ലൈക്ക്, 2 വാക്കുകളാണ്, സ്നേഹവും ഇഷ്ടവും. These are 2 words, love and like. ദൈവത്തിന് നമ്മോടുള്ളത് സ്നേഹമാണ്, അഗപ്പേ ലവ് ആണ്. What God has towards us is love, which is agape love. എന്നാൽ അങ്ങനെ ഉള്ളപ്പോൾ തന്നെ ദൈവത്തിന് ആ നിലയിലെ ചില കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിലേത് ചിലത് ഇഷ്ടപ്പെടാൻ കഴിഞ്ഞെന്ന് വരികയില്ല. But at the same time, when God looks at our lives, there may be certain factors which the Lord may not like. നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ ഈ ജീവിതം ദൈവത്തിന് ഇഷ്ടമായ നിലയിൽ ആക്കി തീർക്കുക എന്നുള്ളത്. It is our responsibility to make sure that our life is such a way that God likes all the different factors of our life. ഈ ദൈവസ്നേഹത്തിൻ്റെ അഗപ്പേ ലവിൻ്റെ ഒരു പ്രത്യേകത, അത് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ആത്യന്തികമായ നന്മ ഉദ്ദേശിച്ച്, നമ്മുടെ നിത്യതയിലെ നന്മ ഉദ്ദേശിച്ച് ദൈവം വളരെ പ്ലാൻ ചെയ്തുള്ള ദൈവത്തിൻ്റെ സ്നേഹമാണ് അഗപ്പേ ലവ്. Agape love is something which God has your eternity and your eternal best in mind. നമുക്ക് വളരെ പരിചിതമായ വാക്യമാണല്ലോ യോഹന്നാൻ 3:16. All of us know John chapter 3 verse 16. അവിടെ ദൈവം തൻ്റെ പുത്രനെ നൽകിയത് ഈ ലോകത്തെ ഇഷ്ടപ്പെട്ടുകൊണ്ടല്ല, മറിച്ച് ഈ ലോകത്തെ സ്നേഹിച്ചുകൊണ്ടാണ്. It says in John chapter 3:16, it is not that God so liked the world, God so loved the world. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ ഇഷ്ടപ്പെട്ടു എന്നല്ല, ലോകത്തെ സ്നേഹിച്ചു എന്ന്. It is not that you should not perish and therefore God liked you, but God loved you. പ്രിയപ്പെട്ടവരെ, ഈ പാപം നിറഞ്ഞ, തിന്മകൾ നിറഞ്ഞ, അകൃത്യം നിറഞ്ഞ ഈ ലോകത്തെ ദൈവത്തിന് എങ്ങനെയാണ് ഇഷ്ടപ്പെടാൻ കഴിയുന്നത്? ദൈവത്തിന് ഇഷ്ടപ്പെടാൻ കഴിയില്ല. How can God like all the sin and the wretchedness when the Lord looks at everything? How can the Lord like it? പക്ഷേ ദൈവത്തിന് ഈ ലോകത്തെ സ്നേഹിക്കാൻ കഴിയും. But the Lord can love each one of us. ദൈവം ഈ ലോകത്തിലുള്ള എല്ലാവരുടെയും ആത്യന്തിക നന്മ, നിത്യതയിലെ നന്മ ഉദ്ദേശിച്ച് പ്ലാൻ ചെയ്ത് അവർക്ക് മുഴുവൻ വേണ്ടി പാപപരിഹാരത്തിനായിട്ട് മരിക്കാൻ തൻ്റെ പുത്രനെ ഏൽപ്പിച്ചു കൊടുത്തു. അതാണ് അഗപ്പേ ലവ്. The agape love is where the Lord says, I want your eternal best and the eternal end, the best end for your life, and therefore He sent His own Son, Jesus Christ, for us. ഈ 2 കാര്യങ്ങൾ വ്യക്തമായാൽ നമുക്ക് മലാഖിയുടെ പുസ്തകം 1:2 ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, 1:10
പക്ഷേ എനിക്ക് നിങ്ങളിൽ പ്രസാദമില്ല എന്ന് പറയുന്നത് If we un- നമുക്ക് വ്യക്തമാകും. If we understand this difference between love and like, then we will understand Malachi chapter 1, verse 2 and 10. നമ്മൾ ഒരു കുഞ്ഞിന് വേണ്ടി ചിലപ്പോൾ ഈ ഗൾഫിലൊക്കെ പോയിട്ട് വന്ന സഹോദരന്മാർ ചിലപ്പോൾ എന്നോട് ചില കാര്യങ്ങൾ പറയാറുണ്ട്. Sometimes parents who have gone to Gulf countries tell me when they come back about their children. ഒട്ടേറെ പ്രവാസി മലയാളികളുള്ള കേരളത്തിൽ നമ്മുടെ തന്നെ ചില സഹോദരന്മാർ വന്നിട്ട് എന്നോട് പറയാറുണ്ട്. Some of these parents come and tell me some of these things. ബ്രദറെ, ഞാൻ ഇവൻ നന്നായി പഠിച്ച് ഭാവിയിൽ ഒരു ഡോക്ടർ ആകണം, അതിനുവേണ്ടി കഷ്ടപ്പെട്ടാ ഞാൻ അറബി നാട്ടിൽ പോയി രാവും പകലും ജോലി ചെയ്യും. And this father would say, brother, I am working in Gulf, in the hot sun, in the desert areas. I am working so hard so that I will make enough money so that my son will study hard and become a big doctor. ഇപ്പോൾ 10ാം ക്ലാസ് ജയിച്ചെന്ന് പറഞ്ഞ് ഞാൻ വലിയ കാര്യത്തെ വന്നപ്പം അവൻ്റെ കൂട്ടുകാരും ഒക്കെ ആയിട്ട് എനിക്ക് ഒരു തരത്തിലും യോജിക്കാനൊക്കാത്ത ഒരു നിലപാടിലാണ്. But I find that I thought that he would have finished his 10th in very flying colors, but I find that he is with his bad friends and it's very pathetic to see the situation. ഈ മകൻ്റെ നല്ല ഭാവിക്ക് വേണ്ടി പ്ലാൻ ചെയ്ത് ആ പിതാവ് കഷ്ടപ്പെട്ടത് അവനോട് സ്നേഹമുള്ളത് കൊണ്ടാണ്. The poor father had suffered so much in the Gulf countries and worked so hard because of his great love towards the son. പക്ഷേ ഇപ്പോൾ വന്ന് ഈവൻ കോളേജിൽ ചേർന്ന് ഇവൻ്റെ കൂട്ടുകാരും കൂടെ നടത്തുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവനിൽ ഒട്ടും ഈ പിതാവിന് പ്രസാദമില്ല. But then when the father finds that the son is not behaving as he wants, you find that the father is so upset and he is not pleased with the son. പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണേ. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ പ്രസാദം പിടിച്ചു പറ്റുന്ന ഒരു തലത്തിലേക്ക് വരേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. But then we have to understand the difference between love and like, and therefore we should grow from God loving us from that level to say that, Lord, my life should be pleasing to you. എനിക്കവരിൽ പ്രസാദമില്ല, നോട്ട് പ്ലീസിങ്, അങ്ങനെ പറയാനിടയാകാതെ വണ്ണം. We should never have that God has to say that I was not pleased with them. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ അതിൻ്റെ ആദ്യത്തെ ഭാഗം ഈ ഒരു കാര്യം കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. We find that the same passage, we find another passage in 1 Corinthians chapter 10. അവിടെ ഇസ്രായേൽ മക്കളെക്കുറിച്ചാണല്ലോ പറയുന്നത്. There it talks about the people of Israel. എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു, എല്ലാവരും സമുദ്രത്തിൽ സ്നാനമേറ്റു, എല്ലാവരും ആത്മീയ ആഹാരം കുടിച്ചു. 5 പ്രാവശ്യം എല്ലാവരും 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 എന്ന് പറയുന്നു. From 1 to 5 we find that God says all under the cloud and all passed through the sea and all were baptized and all ate the same spiritual food and all drank the same spiritual food and everything up to verse 4. എന്നാൽ അതിൻ്റെ 5-ാമത്തെ വാക്യം കണ്ടോ, എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. But then we find in verse 5, nevertheless, with most of them God was not well pleased. ദൈവം പ്രസാദിക്കാതിരുന്നത് കൊണ്ട് അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു. It says because God was not pleased, God made them, they suffered in the desert. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. They were laid low in the wilderness and these things happened as an example for us. ദൈവം ഈജിപ്തിൽ നിന്ന് ഇവരെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്നത് കനാനിൽ എത്തിക്കാൻ തന്നെയാണ്. The Lord brought them out from Egypt to take them to Canaan. പുറപ്പാട് 3-ാം അധ്യായത്തിൽ മോശയ്ക്ക് മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനാകുമ്പോൾ കർത്താവ് ഈ കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. In Exodus chapter 3 we find that the same thing the Lord speaks to Moses. ആ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പുറപ്പാട് 3:8 പറയുന്നു, In Exodus chapter 3 verse 8 we read that. പാലും തേനും ഒഴുകുന്ന ഒരു ദേശത്തേക്ക് അവരെ കൊണ്ടുപോകുവാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. So I have come down to deliver them from the power of the Egyptians, to bring them up from the land to a good and spacious land, to a land flowing with milk and honey. അപ്പോൾ അവരെ മുഴുവൻ കനാനിൽ എത്തിക്കാനുള്ള ആ അഗപ്പേ ലവ് ആണ് ദൈവത്തിനുണ്ടായിരുന്നത്. So God had this agape love of taking them from Egypt to Canaan. പക്ഷേ ഇവിടെ ഇതാ 1 കൊരിന്ത്യർ 10:5 പറയുന്നു, എങ്കിലും മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. But what did we read in 1 Corinthians 10:5? That God was not well pleased with all of them. ദൈവം
എന്നാൽ രണ്ടുപേരിൽ പ്രസാദിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. But we also read that how the Lord was pleased with two people. സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിൽ ഇതാ യോശുവയും കാലേബും പറയുന്നു. We read in Numbers chapter 10. 14-ന്റെ 8-ാമത്തെ വാക്യത്തിൽ 14 verse 8 we read. യഹോവ നമ്മിൽ പ്രസാദിക്കുന്നു എങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് കൊണ്ടുചെന്ന് നമുക്കത് തരും. Numbers chapter 14 verse 8. If the Lord is pleased with us, then he will bring us into this land and he will give it to us, a land which flows with milk and honey. കണ്ടോ, പുറപ്പാട് 3:8 പറയുന്നു, ഞാൻ നിങ്ങളെ അവിടെ കൊണ്ടുപോകാനായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് ദൈവത്തിൻ്റെ സ്നേഹം പറയുന്നു. In Exodus chapter 3 verse 8 it says, I have come down to take you from Egypt to Canaan. പക്ഷേ ഇവിടെ പറയുന്നു, ആ പാലും തേനും ഒഴുകുന്ന ദേശത്ത് ചെല്ലണമെങ്കിൽ ദൈവത്തിൻ്റെ പ്രസാദവും വേണം. But it says there, if you have to reach to the land of Canaan, you should be, the Lord has to be pleased with you. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രസാദമുണ്ടോ? So we can judge ourselves, we can ask ourselves, is the Lord pleased with us, happy with us? തീർച്ചയായിട്ടും ദൈവം നമ്മെ സ്നേഹിച്ചു. God loves us, no questions, no discussions on that. നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഒരു പുനർവിചിന്തനമുള്ളത് നല്ലതാണ്. It is good to examine ourselves once in a while. അങ്ങനെ ഒന്ന് ചിന്തിക്കാതെ അവസാന നിമിഷത്തിൽ നമ്മളൊരു ഞെട്ടലോടെ അയ്യോ ദൈവത്തിന് എന്നിൽ പ്രസാദമില്ല എന്ന് കണ്ടെത്തിയാൽ പിന്നീട് നമുക്ക് അതിനൊരു പരിഹാരത്തിന് സമയമില്ല. What a tragedy it will be. In the end you realize the Lord was not pleased with you. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 21, 22, 24 ആ വാക്യങ്ങൾ നേരത്തെ നമ്മൾ പറയുന്നത് പോലെ നമുക്കൊരു പേടി സ്വപ്നം പോലെയുള്ള വാക്യങ്ങളാണ്. In Matthew chapter 7 verse 21 also, it is again a verse that scares us. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. Says not everyone who says Lord Lord who will enter the kingdom of God, but the one who does the will of my Father who is in heaven. അവർ തുടർന്ന് പറയുന്ന കണ്ടോ, കർത്താവേ 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 Lord കർത്താവേ, Lord, it says in verse 22. നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. Many will say to me on that day, Lord Lord, did we not prophesy in your name, and in your name cast out demons, and in your name perform many miracles? അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ. Then it says in verse 23, and then I will declare to them, I never knew you, depart from me, you who practice sin. അവര് കർത്താവ് തങ്ങളെ അറിയുന്നു എന്ന വളരെ ഉറപ്പ് അവർക്കുണ്ടായിരുന്നു. They were absolutely sure that God knows me. കർത്താവേ കർത്താവേ എന്നുള്ള ആവർത്തിച്ചുള്ള അവരുടെ പ്രയോഗവും ഒക്കെ മതപരമായ ഒരു ഭാഷ അവർക്ക് വളരെ സ്വാധീനമായിരുന്നു. It was so religiously, with such great familiarity, they were calling the Lord, Lord, Lord. മാത്രമല്ല, വാക്കുകൾ മാത്രമല്ല, പ്രവർത്തനങ്ങളോ, പ്രവചിക്കുക, ഭൂതങ്ങളെ പുറത്താക്കുക, വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുക. Not only that they were just talking, but they were doing, they were performing, there were religious activities there. എന്ന് തന്നെയല്ല, അതൊന്നും അവരുടെ ഒരു പേരിന് വേണ്ടിയല്ല. നിന്റെ നാമത്തിൽ എന്നവർ പറയേണ്ടിടത്തെല്ലാം കൃത്യമായിട്ട് അത് പറയുന്നുമുണ്ട്. നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ, കേട്ടോ, ആവർത്തിച്ച് കൃത്യമായ പ്രയോഗങ്ങളൊക്കെ നടത്തുന്നുമുണ്ട്. It is not for their own name that they did all these things. They say, Lord, in your name, in your name. They were using all the correct phrases and the language. പക്ഷേ അവിടെ ഒടുവിൽ കർത്താവ് പറയുന്നു, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. But the Lord says, I never knew you. I never knew you. അപ്പോൾ കർത്താവിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുന്നതല്ല കർത്താവ് അറിയുന്നത്. So from this it is clear that because you have performed so many things, and therefore it is a proof that God knows me. It is not. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, ഞാൻ കർത്താവിന് വേണ്ടി അത് ചെയ്യുന്നില്ലേ, അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും എന്നെ അറിയും. Sometimes we think that I do that, I did that, I did this, I do that, and therefore the Lord knows me well. ചെയ്യുന്നത് ഒരു വശം, അറിയുന്നത് വേറൊരു വശം.
So our doing, our activities is on one side, and the Lord knowing us is entirely a different issue. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ എന്താ ഇത് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നുണ്ടല്ലോ, ഒടുവിൽ വരുമ്പോൾ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് കർത്താവ് പറയണമെങ്കിൽ നമ്മൾ ഈ ചെയ്തതും വിളിച്ചതും ഒന്നും കർത്താവ് അറിഞ്ഞില്ലേ? So then we can naturally ask this question, Lord, I spoke to you, I spoke the right language, I did the right activities, and finally you are telling me, I don't know you. ഞാൻ കഴിഞ്ഞൊരു ദിവസങ്ങളിൽ എൻ്റെ മകള് അവളുടെ 2 കുട്ടികളുമായിട്ട് വീട്ടിൽ വന്ന് താമസിക്കുകയായിരുന്നു. The other day, my daughter with 2 of her children came home. 2 ഇരട്ട കുട്ടികൾ, 1.5 വയസ്സുള്ള 2 ഇരട്ട ആൺകുട്ടികൾ. Twins, 1.5 years old boys. ഒരാളുടെ പേര് റയൻ എന്നും മറ്റേയാളുടെ പേര് റൂഫസ് എന്നും. Ryan and Rufus. ഈ കുട്ടികളെ ഈ അമ്മ നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. I was observing my daughter, how she was looking after her children. ഇതിൽ ഒരു മകൻ, അവൻ എപ്പോഴും കുറച്ച് കഴിയുമ്പോൾ, അല്പം കഴിയുമ്പോൾ, അയ്യോ അമ്മ എന്തി, അമ്മയെ കാണണം. And one of them will say, after some time, he'll be playing around and suddenly will get up and look around and say, where is mommy, where is my mommy? മറ്റവൻ അങ്ങനല്ല, അവനൊരു പന്ത് കിട്ടി അതുമായിട്ട് കളിച്ച് അവനങ്ങ് നടന്നോളും. But the other chap is not like that. He is on his own world and he plays with the ball or whatever. ഈ മകൻ അമ്മയെ തേടി അമ്മയെന്ന് പറഞ്ഞ് കരഞ്ഞു വരുമ്പോൾ ഞാൻ ഈ മകളെ ശ്രദ്ധിച്ചിട്ടുണ്ട്, എൻ്റെ മകളെ ശ്രദ്ധിച്ചിട്ടുണ്ട്. And then when this boy asks for mommy, where are you? And then I observe this, my daughter. അവൾ പറയുന്നത്, ഇവൻ എപ്പോഴും എൻ്റെ പുറകെ വരികയാണല്ലോ, ഒരു മറ്റവനെ പോലെ ഒരു ധൈര്യമില്ലാത്തത് എന്താ എന്നൊക്കെ പറയുന്നുണ്ട്. And then my daughter used to say that, why this fellow is always after me? Why can't he be like the other child and play around and be himself? പക്ഷെ കരഞ്ഞുകൊണ്ട് തൻ്റെ അടുത്തേക്ക് വരുന്ന ഈ മോനോട് ഒരമ്മയുടെ ഉള്ളിൽ അവൾക്കൊരു അലിവുണ്ട്. But this mother has got a greater attachment and a greater love towards this boy who comes near mommy. ഒരളവിൽ ആഗ്രഹിക്കുക, എൻ്റെ അടുത്തേക്ക് തന്നെ, അവനൊരു ആവശ്യമുള്ളപ്പോൾ എൻ്റെ അടുത്തേക്ക് തന്നെ വരണം. She has got that desire that when there is a need, the child should come to me, and he comes, and therefore she is happy. ഒരു ദിവസമുണ്ടെങ്കിൽ അതിൽ പലവട്ടം ഈ തൻ്റെ അടുത്തേക്ക് വരുന്ന ഈ മകനെ അമ്മ അറിയുന്നു. And in one day, many a time, you find that this child comes nearer to the mother. അറിവെന്ന് പറയുന്നത് ഒരു വൺ വേ ട്രാഫിക് അല്ല. And then therefore this knowing the Lord or knowing somebody is not a one-way traffic. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഒരു വാക്യമുണ്ടല്ലോ, ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ മറിയ പറയുന്ന ഒരു വാക്യം. We read a beautiful verse in chapter 1 of Luke's gospel. അതിൻ്റെ 34-ാമത്തെ വാക്യത്തിൽ അവള് മറിയ ദൂതനോട്, ഞാനൊരു പുരുഷനെ അറിയായികയാൽ അതെങ്ങനെ സംഭവിക്കും? It says in verse 34, then Mary said to the angel, how can this be, since I'm a virgin and I do not know a man. അപ്പോൾ അറിയുക എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ പുരുഷ ബന്ധത്തിൽ ഇതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതൊരു വൺ വേ ട്രാഫിക് അല്ല, പരസ്പരമുള്ള അറിവാണ്. So knowing a person means having an intimate personal relationship between a man and a woman. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. And therefore, when the Lord says, I never knew you or I don't know you, means you do not have that two-way relationship. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം തന്നെ പലവട്ടം വേണ്ടവനായിട്ട് നമുക്കിരിക്കണം. It's a good question to ask. Is the Lord, am I in need of my Lord many times a day? പ്രിയപ്പെട്ടവരെ, നമ്മൾ പൗലോസിൻ്റെ ആ വാക്യം നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ. We talk about Paul's that verse 1 തീമോഥെയോസ് 1-ാം അധ്യായം in 1 Timothy chapter 1. അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ ആ പാപികളിൽ ഞാൻ ഒന്നാമൻ In 1:15 we read that he was the worst of all sinners. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ തൊട്ട് മുകളിൽ പറയുന്നത് ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാനാണ് ലോകത്തിൽ വന്നതെന്ന്. And then it says in verse 15 that Christ Jesus came into the world to save sinners, and I am the foremost of all. യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. പൗലോസ് ഇത്രയും വർഷത്തിന് ശേഷവും പാപിയിൽ ഒന്നാമനായിട്ടിരിക്കുന്നു. അപ്പോൾ പൗലോസിന് ആരെ വേണം? യേശുവിനെ വേണം. So even after all these years of experience and work,
he says, he makes two statements. Number one, the Lord came for sinners, and he says, I am the one. He came for me, and I need him. ഇത് പാപികളിൽ ഒന്നാമനാകാൻ വേണ്ടി ഞാൻ പാപികളിൽ ഒന്നാമെന്ന് പൗലോസ് പറയുമ്പോൾ ആളുകൾ ചിലപ്പോൾ ചോദിച്ചു കാണും, പൗലോസ് നീ അതിനെന്തോ ചെയ്തു, നീ കൊലപാതകം ചെയ്തോ, വിചാരം ചെയ്തോ, Then people പട്ടിയപ്പെട്ട എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഒരു തെറ്റും ചെയ്തിട്ടില്ല. People may hear this, Paul, and say that, Paul, why are you saying all this? Did you commit adultery? Did you commit murder? Did you hurt anyone? Did you steal anything? ഒരു പട്ടികയിൽപ്പെട്ട പാപവും ചെയ്യാതിരിക്കുമ്പോൾ തന്നെ പൗലോസ് നാളുകൾ കഴിയുമ്പം ഞാൻ പാപികളിൽ ഒന്നാമൻ എന്ന് ഏറ്റുപറയുന്നു. അത് കാണിക്കുന്നത് എനിക്ക് പാപികളെ രക്ഷിപ്പാൻ വന്ന കർത്താവിനെ എപ്പോഴും ആവശ്യമുണ്ട്. കർത്താവില്ലാതെ എനിക്ക് സ്വതന്ത്രമായ ഒരു നിലനിൽപ്പില്ല. And not that he was doing all these sins which was listed out, but then he knew that I am the sinner and the Lord came for sinners, and he came for me. നമുക്ക് നാളുകൾ കഴിയും തോറും നമ്മുടെ പാപബോധം വർദ്ധിച്ചു വരണം എന്ന് മീറ്റിങ്ങുകളിൽ പറയാറുണ്ടല്ലോ. We often hear that our sense of sin, awareness of sinfulness, we should grow in that. അതിൻ്റെ അർത്ഥം നമ്മൾ എന്തെങ്കിലും പട്ടികപ്പെട്ട പാപം ചെയ്ത് അങ്ങനെ പാപിയിൽ ഒന്നാമനാകണമെന്നല്ല. That the meaning is not that we commit big sins and then I come into some awareness, oh, what a terrible sinner I am. No. 5 കൊല്ലം മുമ്പ് നമ്മൾ പാപമെന്ന് കരുതുക പോലും ചെയ്യാത്ത പലതും ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം പാപമാണ്. Then we find that as we grow, the sins which were not sins to us 5 years ago are sins to us today. ആ പാപം നമ്മളിൽ കാണുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? കർത്താവേ, പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്ന യേശുവേ, നീ എന്നെ സഹായിക്കണേ എന്ന് പറയും. At that time, even when we grow and come to a greater awareness of our sins which we had no light 5 years ago, and then we also say, Lord, I am the sinner and you came for me. ആ യേശു ആ നിലയിൽ നമ്മളെ ശുദ്ധീകരിക്കുമ്പോൾ അവിടുന്ന് നമ്മളെ അറിയാതെ ശുദ്ധീകരിക്കാൻ ഒക്കുമോ? ഇല്ല, അവിടുന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത്. Then when we ask the Lord like that, can the Lord cleanse me without knowing me? No, he has to know me and then he has to cleanse me. കർത്താവ് ഒരിക്കൽ ഒരു പുരുഷാരത്തോടൊപ്പം നടന്നപ്പോൾ ഒരു സ്ത്രീ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രത്തിൽ തൊട്ടത് നമ്മൾ അറിയുന്നു. We know how when the Lord was walking that one woman came and touched the edge of his garment. കർത്താവ് തിരിഞ്ഞു നോക്കി, ആരാ എന്നെ തൊട്ടത്? Immediately he turned and said, who is the one who touched me? എല്ലാവരും പറഞ്ഞു, അയ്യോ ഇതെന്തോ പറയുന്നത്, ഞങ്ങളെല്ലാവരും കൂടെ നമ്മളെല്ലാം കൂടെ ഒത്തുചേർന്ന് ഇങ്ങനെ നടക്കുകയല്ലേ, എത്രയോ പേര് തൊടുന്നു, അപ്പോൾ ആരാ എന്നെ തൊട്ടതെന്ന് ചോദിക്കുന്നത് And the ശരിയാണ്. disciple said, what Lord, what are you saying? All of us are touching you and we are walking so closely and you are saying, who touched me? കർത്താവ് പറഞ്ഞു, അല്ലല്ല, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. But then the Lord said, the power of the Lord, the power went out from me. അവളെ സൗഖ്യമാക്കുന്ന, ശാരീരികമായ സൗഖ്യം നൽകുന്ന ഒരു ശക്തി തന്നിൽ നിന്ന് പുറപ്പെടുന്നത് പോലും കർത്താവ് അറിഞ്ഞെങ്കിൽ, പ്രിയപ്പെട്ടവർ, പാപിയിൽ ഒന്നാമനാണെന്ന് പറഞ്ഞ് ഞാൻ കർത്താവിൻ്റെ അടുത്ത് വരുമ്പോൾ അവിടുന്ന് എന്നെ ശുദ്ധീകരിക്കുമ്പോൾ അവിടുന്ന് എന്നെ അറിയാതെ ഇരിക്കും. If the life of the Lord comes and touches and heals you, and the Lord knows that you are the one who touched, and if we go to the Lord as a sinner and ask the Lord, Lord, please cleanse me, wretched man that I am. When you say that, do you think that the Lord doesn't know you? He knows you very well. നാം ഒരു പാപവും ചെയ്തില്ല, മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ വളരെ ഭംഗിയായിട്ട് ചില കാര്യങ്ങൾ ചെയ്തു. But we can say that we have not sinned anything in front of others. പക്ഷെ പരിശുദ്ധാത്മാവ് നൽകുന്ന വെളിച്ചത്തിൽ നമ്മൾ നമ്മുടെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യവും ചെയ്തിട്ട് മടങ്ങുമ്പോൾ, ഓ ദൈവമേ, പിന്നെയും അവിടെ ശരിയായിട്ടില്ല എന്നുള്ളൊരു നിലവിളി നമ്മളിൽ നിന്ന് ഉയരുമ്പോൾ കർത്താവിൻ്റെ, പാപിയെ ശുദ്ധീകരിക്കുന്ന കർത്താവിൻ്റെ ആ കരം നമ്മുടെ നേരെ നീണ്ടുവരും, അവിടുന്ന് നമ്മളെ അറിയും. Even when we are not aware of any conscious sin, when we do something, when we serve the Lord and the Holy Spirit tells you, that was not the one as I would have done, or you have not spoken as I should have spoken, as you should have spoken. And when that awareness dawns on us, when we turn to Him, when repentance, then the Lord says, then the Lord knows and He cleanses us. പ്രിയപ്പെട്ടവർ, ഇതിൻ്റെ തിയോളജി ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ പ്രായോഗിക നടപ്പ് സംബന്ധിച്ച് നമ്മൾ ഒരു ദിവസം തന്നെ പലവട്ടം കർത്താവിനെ അറിയണം. I can't explain the theology of this,
but this is what happens in my daily life. നമ്മൾ കർത്താവിനെ അറിയുമ്പോൾ അവിടുന്നും നമ്മളെ അറിയും. അറിവെന്ന് പറയുന്നത് ഒരു വൺ വേ ട്രാഫിക് അല്ല. And when we know the Lord will also know us, and knowing the Lord is not a one-way traffic. മലാഖിയുടെ പുസ്തകം 1-ാം അധ്യായത്തിലെ 10-ാമത്തെ വാക്യം കണ്ടോ? എങ്കിലും എനിക്ക് നിങ്ങളിൽ പ്രസാദമില്ല എന്ന് പറയുന്നിടത്ത് കർത്താവ് പറയുന്നു. We can turn to Malachi chapter 1 verse 10. നിങ്ങൾ എൻ്റെ യാഗപീഠത്തിൽ വെറുതെ തീ കത്തിക്കാതിരിക്കേണ്ടതിന് ആരെങ്കിലും ആ വാതിൽ അടച്ചു കളഞ്ഞാൽ കൊള്ളായിരുന്നു. അപ്പോൾ ആ യാഗം വേണ്ടെന്ന് തന്നെ കർത്താവ് പറയുന്നത്. The Lord almost says that, oh, that there were one among you who would shut the doors, that you might not uselessly kindle fire on my altar. I am not pleased with you. And the Lord says, it's okay, even if you do not offer anything for me. It's okay. അതിൻ്റെ തൊട്ട് താഴെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ വഴിപാട് കൈക്കൊള്ളുകയുമില്ല. He says, I will not accept an offering from you, in verse 10, last part. അപ്പോൾ കർത്താവ് നമ്മൾ കൊടുക്കുന്നത് വെച്ചല്ല കർത്താവ് നമ്മളെ അറിയുന്നത്, മറിച്ച് നമ്മളെ തന്നെയാണ് കർത്താവിനെ അറിയുന്നത്. So the Lord is not going to know us by what you give to him, but when you give yourselves to him. നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യുന്നത് സമം കർത്താവിനെ അറിയുന്നു എന്ന് നമ്മൾ മുമ്പേ ചിന്തിച്ചതുപോലെ ഇവിടെയും നമുക്കൊരു അബദ്ധം പറ്റാം. നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് കർത്താവ് അറിയും. So we can say that just like what we do, the Lord knows me, that is wrong. Just like that here, what I offer to God, then the Lord will know me. No, by offering something, the Lord cannot know us. That is what it says in verse 10. നമ്മൾ ചില കാര്യങ്ങൾ കർത്താവിന് കൊടുക്കുമ്പോൾ തന്നെ ചിലപ്പോൾ വിശുദ്ധ വസ്തുക്കളിലുള്ള കുറ്റം എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും നല്ലത് ചെയ്യുമ്പോൾ തന്നെയും ദൈവമേ ഇവിടെയും നിൻ്റെ രക്തം എന്നെ ശുദ്ധീകരിക്കേണ്ടതുണ്ട്, അത് നമ്മൾ യഥാർത്ഥത്തിൽ കണ്ടെത്തിയാൽ കർത്താവ് നമ്മളെ അവിടെയും അറിയും. When we offer the best things, if we can say, Lord, there is iniquity in the holy thing which I have offered to you, Lord, cleanse me. Lord, I see my wickedness, my wretchedness. When we go to the Lord like that, then the Lord will know us. കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ 2 കൊരിന്ത്യർ 8-ാം അധ്യായം 5 പൗലോസ് പറയുന്നത് കണ്ടോ? അവർ മുമ്പേ തങ്ങളെ തന്നെ കർത്താവിനും പിന്നെ ദൈവേഷ്ടത്തിനൊത്തവണ്ണം ഞങ്ങൾക്കും ഏൽപ്പിച്ചു. എന്നിട്ടാണ് ധർമ്മശേഖരത്തെക്കുറിച്ചൊക്കെ അത് കൊടുക്കുന്നതിനെക്കുറിച്ച് പറയുന്നിടത്ത്. It says about giving to the Lord, it says in chapter 8, verse 3, for I testify that according to their ability, beyond their ability, they gave of their own accord, and they first gave themselves to the Lord and to us by the will of God, it says in verse 5. അവർ കൊടുക്കണം, പക്ഷേ അവർ അതിനു മുമ്പേ തങ്ങളെ തന്നെ ദൈവത്തിന് നൽകണം. They have to give, but before that, they have to give themselves to the Lord first. റോമർ 12-ന്റെ 1-2 വാക്യങ്ങൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുള്ളതാണല്ലോ. In Romans 12, we often read that verse. നമ്മൾ അവിടെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു വഴിപാട്, അത് യാഗം എന്ന് പറയുന്നത് എന്താ? നിങ്ങളെ തന്നെ. What does it say? We know that. What is that sacrifice that the Lord is expecting? It is you, not yours. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ നിലയിൽ കർത്താവുമായിട്ടുള്ള ഒരു സിമ്പിൾ പ്യുവർ ഡിവോഷൻ, നിർമ്മലമായ സുതാര്യമായ ഒരു ബന്ധം നിലനിർത്തണം. ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഒടുവിൽ കേൾക്കുമ്പോൾ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറയാൻ ഇടയാകുമോ? So, beloved brothers and dear sisters, and so it's very important that we maintain that pure devotion to the Lord every day of our lives. Otherwise, we may hear that sad word from the mouth of the Lord, sorry, I don't know you. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പ്രസാദം എന്ന് പറയുന്നത് നമ്മൾ സ്വർഗത്തിലെ പോകുന്നതിനും അപ്പുറത്ത് നമ്മൾ പറയാറുണ്ടല്ലോ, ഒരു പാപത്തിൻ്റെ മേൽ ജയമുള്ള സ്വസ്ഥതയുള്ള ആ കനാൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴേ ദൈവം തരാൻ ആഗ്രഹിക്കുന്നു. അതാർക്കാ തരുന്നത്? ദൈവത്തിന് പ്രസാദമുള്ളവർക്ക്. The Lord wants to give us that life of Canaan where we find that there's a restful life, and that is the desire of the Lord, and God wants us to have that, and the Lord will give to those people who are pleased with the Lord. The Lord is pleased with. ഇങ്ങനെ ഒരു ജീവിതം നമ്മൾ മറ്റു പലരെയും നമുക്ക് ബോധ്യപ്പെടുത്താൻ ഒക്കുകയില്ല. We cannot convince others about such a life. ഡേവിഡ് ലിവിങ്സ്റ്റൺ ആഫ്രിക്കയിൽ നിന്ന് ആയിരുന്ന കാലത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. I've heard of a story from the life of David Livingstone in Africa. ഡേവിഡ് ലിവിങ്സ്റ്റൺ താൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഇവിടെ നീ എവിടെ വേണേലും എന്നെ അയച്ചോ, പക്ഷെ നീ എൻ്റെ കൂടെ ഇരിക്കണം.
David Livingston prayed once to the Lord, Lord, you sent me anywhere, but only one thing, you should be with me. നീ എന്നെ കൊണ്ട് എന്ത് വേണേലും ചെയ്യിച്ചു, പക്ഷെ കൃപ എൻ്റെ കൂടെ ഇരിക്കണം. Lord, you do whatever you want, and I'm willing to do anything to you, but Lord, your grace should be with me. തൻ്റെ ഭാര്യ ആഫ്രിക്കയിൽ വെച്ച് മരിച്ചു. താൻ തന്നെ ആഫ്രിക്കയുടെ മണ്ണിൽ ഭാര്യയുടെ ശവസംസ്കാരം നടത്തി. His wife died in Africa, and he buried his wife there. ശവസംസ്കാരം കഴിഞ്ഞ് ഡേവിഡ് ലിവിങ്സ്റ്റൺ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയെക്കുറിച്ച് തൻ്റെ ജീവചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. And he, at the time of funeral, he prayed a prayer. അദ്ദേഹം പ്രാർത്ഥിച്ചു, യേശുവേ, എൻ്റെ രാജാവേ, എൻ്റെ ജീവനെ, എൻ്റെ കർത്താവേ. He said, Lord, my king, my life, my everything. എൻ്റെ ജീവനെ, My life, എൻ്റെ എല്ലാമേ, my all. ഞാൻ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ എന്നെ തന്നെ നിൻ്റെ മുമ്പാകെ സമർപ്പിക്കും. Lord, I surrender myself once more. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം പലവട്ടം നമുക്ക് ആ നിലയിൽ കർത്താവിൻ്റെ മുമ്പാകെ നമുക്ക് സമർപ്പിക്കാൻ കഴിയുമോ? Dear brothers, dear sisters, can we surrender like that every day? Many a time. നാം ദൈവത്തിനായിട്ട് സമർപ്പിച്ചവരാണ്. നാം We ദൈവത്തിന് have all surrendered our lives to the Lord, no doubt about that. പക്ഷേ ഇതൊരു നിരന്തരമായ നടപ്പാണ്. But this is a continuous, constant, perpetual living. ആസാഫ് പറഞ്ഞതുപോലെ അവൻ എൻ്റെ വലങ്കരത്തിൽ പിടിച്ചിരിക്കുന്നു. He has held my right hand. അത് അറിയാതെ പിടിക്കാനൊക്കുകയില്ല. If he has to hold my right hand, then he should know me. അവൻ എൻ്റെ വലങ്കരത്തിൽ പിടിച്ചിരിക്കുന്നു, പിന്നത്തേതിൽ എന്നെ മഹത്വത്തിലേക്ക് കൈക്കൊള്ളൂ. He has held my hand and he will lead me to the glory. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നു. We read in Psalm 73 that Asaph prays, Lord, in heaven, whom have I? In earth, whom have I? ആമേൻ. Amen.